രാജ്യത്ത് 12 ദിവസത്തിനുള്ളിൽ ചുരുക്കി പറഞ്ഞാൽ 2 ആഴ്ചക്കിടെ 8 രൂപയോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ധന വിലയിൽ എന്നതാണ്. ഇന്നിപ്പോൾ 2 രൂപ 61 പൈസ പെട്രോളിന് വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ മെയ് 15-നാണ് വർധന തുടങ്ങിയത്. അന്ന് 3 രൂപയുടെ വർധനയായിരുന്നു. പിന്നീട് 1 രൂപയോളം 90 പൈസ വീതം 2 ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചു. ഇപ്പോഴിതാ 2.5 രൂപയുടെ വർധന വന്നിരിക്കുന്നു എന്നതാണ്. ഇവിടെ ദില്ലിയിലാണുള്ളത്. ദില്ലിയിലെ വില വിവരം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ലിറ്ററിന് 102 രൂപ 12 പൈസയാണ് പെട്രോളിന്, ഡീസലിനാകട്ടെ 95 രൂപ 20 പൈസയും. ഇവിടെ ആളുകളുണ്ട്. कैसा खर्चा करेगा, फिर से बढ़ा दिया? अरे बहुत मजबूरी हो गई, महंगाई बहुत ज़्यादा बढ़ती जा रही है और सरकार को कुछ लग ही नहीं रहा है। जिंदगी दिक्कत है क्या? बहुत दिक्कत हो रही है, सैलरी वैलरी कुछ बढ़ नहीं रही है, बस पेट्रोल डीजल के दाम बढ़ रहे हैं और भी महंगाई बढ़ती जा रही है। बहुत दिक्कत का सामना करना पड़ रहा है। सैलरी कम है अभी भी? अरे बहुत कम है, यहाँ तो कुछ 400-500 रुपये बढ़ रहे हैं, बस इससे क्या होगा? അതാണ് ശമ്പളം കുറവാണ്, പക്ഷേ ഇങ്ങനെ ഇന്ധന വില വർദ്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. कैसे भाई 4 बार ये 2 हफ्ता में बढ़ा दिया पेट्रोल का पैसा? जी हाँ, कैसे करेगा भाई आगे से? अब क्या दिक्कत तो आएगी, लेकिन काम तो करना ही है, डलवाएंगे हाँ चलाएंगे, मुश्किल तो है ही. ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനിയും വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. പ്രത്യേകിച്ച് പ്രതിദിന നഷ്ടം എണ്ണ കമ്പനികൾക്ക് ഇപ്പോഴും 200-300 കോടി രൂപ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 രൂപ കൂടി ഘട്ടം ഘട്ടമായി ഇനിയും കൂട്ടിയേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത്.